പ്രിയ വിദ്യാർത്ഥികളെ, വരുന്ന SSLC ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് ഒരുക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഈ എക്സ്പ്രഷനുകളുടെ വിവിധ രൂപങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇംഗ്ലീഷ് എക്സാമിൽ സാധാരണമായി ചോദിക്കുന്ന ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റിംഗ് എ കോൺവെർസേഷൻ. ഇത്തരം ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പരീക്ഷിക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് ടാഗ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാനുള്ള അറിവ്, ക്വസ്റ്റ്യൻ ഫോർമേഷൻ, WH ക്വസ്റ്റ്യൻസ് ഓർ yes or no ആൻസർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ഹാഡ് ബെറ്റർ, വുഡ് റാദർ, വിഷ് തുടങ്ങിയ ഇംഗ്ലീഷ് എക്സ്പ്രഷനുകളുടെ ഉപയോഗങ്ങൾ, കണ്ടീഷണൽ സെന്റൻസസ്, ഇത്രയും കാര്യങ്ങളാണ് പലപ്പോഴായി പല രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നത്. വുഡ് യു മൈൻഡ് എന്നുള്ള പ്രയോഗമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വുഡ് യു മൈൻഡ് പ്ലസ് ING വേർബ്, ഡു യു മൈൻഡ് പ്ലസ് ING വേർബ്, ഈ രണ്ട് എക്സ്പ്രഷന്റെ കൂടെയും വേർബ് ING രൂപത്തിലാണ് ചേർക്കാറുള്ളത്. These expressions are commonly used for making polite requests. ഈ രണ്ട് എക്സ്പ്രഷൻസും ഒരേ അർത്ഥത്തിൽ റിക്വസ്റ്റുകൾ വളരെ പൊളൈറ്റായി, മാന്യമായി, കേർട്ടിയസായി, മര്യാദയോടുകൂടി, താഴ്മയോടുകൂടി അവതരിപ്പിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ വുഡ് യു മൈൻഡ് പ്ലസ് ഇഫ് ക്ലോസ്, ആ ഇഫ് ക്ലോസിൽ ഒരു സിമ്പിൾ പാസ്റ്റ് വേർബാണ് ഉപയോഗിക്കുക. എന്നാൽ ഡു യു മൈൻഡ് കഴിഞ്ഞു വരുന്ന ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബ് ഉപയോഗിക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, വുഡ് യു മൈൻഡ് എന്ന് കഴിഞ്ഞ് ഒരു ഇഫ് ക്ലോസ് വരുന്നുണ്ടെങ്കിൽ, ഇഫ് ചേർന്ന് വന്നാൽ അതിൽ പിന്നീട് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഡു യു മൈൻഡ് കഴിഞ്ഞാണ് ഇഫ് അഥവാ ഇഫ് ക്ലോസ് വരുന്നതെങ്കിൽ അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബും ഉപയോഗിക്കണം. These expressions are used for asking permission in a polite way. ഈ രണ്ട് എക്സ്പ്രഷനും നമ്മുടെ പെർമിഷൻ ചോദിക്കുമ്പോൾ അത് വളരെ മാന്യമായി, താഴ്മയോടുകൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം എക്സ്പ്രഷൻസ് ഉപയോഗിക്കാറുള്ളത്. ഇനി എക്സാം ക്വസ്റ്റ്യനിൽ വരുന്ന കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ സ്യൂട്ടബിളി, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വുഡ് യു മൈൻഡ് ചേർത്തുകൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് ഹോമിയോപാത്സ്. ഫ്രണ്ട് പറയുന്നു, യു ലുക്ക് സോ സ്കെയർഡ്, ഡോണ്ട് യു? വാട്ട് ഹാപ്പൻഡ്? ഹോമിയോപാത്ത്, എ കോബ്ര ഫെൽ ഓൺ മൈ ഷോൾഡർ. ഇറ്റ് ഈസ് സ്റ്റിൽ ദർ ഇൻ മൈ റൂം. ഫ്രണ്ട്, ഡിഡ് ഇറ്റ് അറ്റാക്ക് യു? Homeopath, no, it didn't attack me, but I am afraid to stay there. ആ കോബ്ര എന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ല, എന്നെ ആക്രമിച്ചിട്ടില്ല, എന്നാൽ എനിക്ക് എൻ്റെ ആ റൂമിൽ തന്നെ താമസിക്കാൻ ഭയമാണ്. ഇത്രയും പറഞ്ഞ് ഹോമിയോപത്ത് സുഹൃത്തിനോട് ഒരു റിക്വസ്റ്റ് വളരെ പൊളൈറ്റ് ആയിട്ട് അവതരിപ്പിക്കുകയാണ്. വുഡ് യു മൈൻഡ്, അതല്ലെങ്കിൽ ഡു യു മൈൻഡ്. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യനിൽ ഡാഷ് ആണ്. എന്താണ് നാം അവിടെ എഴുതേണ്ടത്? അത് ഏത് രൂപത്തിലാണ് എഴുതേണ്ടത്? ഈ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഈ റിക്വസ്റ്റിനോട് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിക്കുക. ഓഫ് കോഴ്സ് നോട്ട്. വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമാക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിനോട് നമുക്ക് പ്രയാസമില്ല എന്ന് കാണിക്കാനാണ് നാം നെഗറ്റീവ് ആൻസർ ഉപയോഗിക്കുന്നത്. എപ്പോഴും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നാം അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാം നെഗറ്റീവ് രൂപത്തിലാണ് ആൻസർ പറയേണ്ടത്. എന്ന് വെച്ചാൽ വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്നാണ് ആ ചോദ്യത്തിന്റെ, റിക്വസ്റ്റിന്റെ അർത്ഥം. അതിനാണ് മറുപടി പറയുന്നത് ഓഫ് കോഴ്സ് നോട്ട്, എനിക്ക് പ്രയാസമൊന്നുമില്ല. എന്നിട്ട് ഫ്രണ്ട് തുടർന്ന് പറയുന്നു, ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു ഫൈൻഡ് എ ന്യൂ ഹൗസ്. ഒരു പുതിയ വീട് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ മറുപടിയിൽ നിന്നാണ് ഹോമിയോപത്ത് എന്ത് റിക്വസ്റ്റ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക, വുഡ് യു മൈൻഡ് എന്ന് തുടങ്ങിയാലും ഡു യു മൈൻഡ് എന്ന് തുടങ്ങിയാലും എന്താണോ വേർബ്, ആ വേർബ് ഉപയോഗിക്കേണ്ടത് ING രൂപത്തിൽ അഥവാ ജെറൻഡ് ഫോമിലായിരിക്കണം. ഇവിടെ ഫ്രണ്ടിന്റെ മറുപടിയിൽ നിന്നും നാം ഹെൽപ്പ് എന്നുള്ള ആ വേർബിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഹോമിയോപത്ത് ചോദിച്ചിരിക്കുന്നത് വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ഫൈൻഡ് എ ന്യൂ ഹൗസ്. ഒരു പുതിയ വീട് കണ്ടെത്താൻ എന്നെ സഹായിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസമാക്കുമോ എന്നാണ് ഹോമിയോപതിന്റെ ചോദ്യം. അതിനാണ് ഫ്രണ്ട് ഓഫ് കോഴ്സ് നോട്ട്, എനിക്കത് പ്രയാസമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ ആൻസർ നൽകിയത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക.
വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഹെൽപ്പിംഗ് എന്ന ING ഫോം ചേർത്തിരിക്കുന്നു. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ഫൈൻഡ് എ ന്യൂ ഹൗസ് എന്നിങ്ങനെ. ഇനി ഈ കോൺവെർസേഷനിൽ ഹോമിയോപ്പത്ത് ചോദിച്ചിരിക്കുന്നത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് എന്ന് ചേർത്തുകൊണ്ടാണെന്ന് സങ്കല്പിക്കുക. അതായത് ഹോമിയോപ്പത്ത് ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. അതിന് ഫ്രണ്ട് നൽകിയിരിക്കുന്ന മറുപടി ശ്രദ്ധിക്കുക. നോട്ട് അറ്റ് ഓൾ, ഒരു പ്രയാസവുമില്ല. യു കൻ സ്റ്റേ വിത്ത് മീ അൺടിൽ യു ഫൈൻഡ് എ ന്യൂ ഹൗസ്. ഒരു പുതിയ വീട് കണ്ടെത്തുന്നത് വരെ താങ്കൾക്ക് എന്നോടൊപ്പം താമസിക്കാം എന്നാണ് ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹോമിയോപ്പത്ത് ചോദിച്ചിരിക്കുന്നത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസ് ചേർത്ത് അതിൽ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്ന യു കൻ സ്റ്റേ എന്നുള്ള ആ സ്റ്റേ എന്ന വേർബിനെ നാം സിമ്പിൾ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതണം. ആൻസർ: വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്റ്റേറ്റ് വിത്ത് യു അൺടിൽ ഐ ഫൈൻഡ് എ ന്യൂ ഹൗസ്. ഞാനൊരു പുതിയ വീട് കണ്ടെത്തുന്നത് വരെ താങ്കളോടൊപ്പം താമസിക്കുന്നത് താങ്കൾക്ക് പ്രയാസമാകുമോ? അതിനാണ് ഫ്രണ്ട് മറുപടി കൊടുത്തത് നോട്ട് അറ്റ് ഓൾ, ഒട്ടും പ്രയാസമില്ല. യു കൻ സ്റ്റേ വിത്ത് മീ അൺടിൽ യു ഫൈൻഡ് എ ന്യൂ ഹൗസ്. ഒരു പുതിയ വീട് കണ്ടെത്തുന്നത് വരെ താങ്കൾക്ക് എന്നോടൊപ്പം താമസിക്കാം. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിന്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കണം. വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് വേർബാണ് ചേർക്കേണ്ടത്. ഏത് വേർബ് ചേർക്കണം എന്നുള്ളത് ആ റിക്വസ്റ്റ് അതല്ലെങ്കിൽ പെർമിഷൻ നടത്തിയ ആളോട് അടുത്ത ക്യാരക്ടർ നൽകുന്ന മറുപടിയിൽ നിന്നാണ് നാം അതിന് പറ്റുന്ന വേർബ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇതേ കോൺവെർസേഷനിൽ ഹോമിയോപ്പത്ത് ഡു യു മൈൻഡ് വെച്ചുകൊണ്ടാണ് പെർമിഷൻ ചോദിച്ചത് എന്ന് സങ്കല്പിക്കുക. ഡു യു മൈൻഡ് ഇഫ് ഐ. സ്വാഭാവികമായും ഡു യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ നാം ഡു യു മൈൻഡ് ഇഫ് ഐ സ്റ്റേ വിത്ത് യു അൺടിൽ ഐ ഫൈൻഡ് എ ന്യൂ ഹൗസ് എന്നാക്കി മാറ്റേണ്ടി വരും. വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വേർബ് ഉപയോഗിച്ചു സ്റ്റേറ്റ് എന്ന്. എന്നാൽ ഡു യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബ് തന്നെ ഉപയോഗിച്ചു. ഫ്രണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അതേ വേർബ് സ്റ്റേ എന്നുള്ള വേർബിനെ സിമ്പിൾ പ്രസന്റ് ഫോമിൽ തന്നെ ചേർത്തെഴുതി എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. Now, another conversation, question 2. Complete the following conversation between Kiran and Neelakantha. Kiran ചോദിക്കുന്നു, You are not happy, are you? ഒരു ടാഗ് ക്വസ്റ്റ്യൻ ആണ്. What's the matter? ഇതിനോട് നീലകണ്ഠൻ പറയുന്നു, No, I'm not happy because you are leaving without me. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീലകണ്ഠൻ ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്. Would you mind if I? ശ്രദ്ധിക്കുക, വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസ് വന്നിരിക്കുന്നു. സ്വാഭാവികമായും എന്താണോ നീലകണ്ഠൻ പറയുന്ന ആ വേർബ് സിമ്പിൾ പാസ്റ്റ് ഫോമിൽ അവതരിപ്പിക്കണം. അതെന്താണെന്ന് അറിയാൻ കിരണിന്റെ മറുപടി ശ്രദ്ധിക്കുക. കിരൺ, നീലു, ഐ എം റിയലി സോറി, എനിക്ക് വിഷമമുണ്ട്. ബട്ട് യു കാൺട്ട് കം വിത്ത് മീ നൗ ബിക്കോസ് ഓൾ അതേഴ്സ് ആർ അഗൻസ്റ്റ് ഇറ്റ്. എന്നാൽ നിനക്കിപ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല, കാരണം മറ്റെല്ലാവരും അത് എതിർക്കുകയാണ്. കം എന്നുള്ള വേർബാണ് ഈ പെർമിഷൻ, ഈ റിക്വസ്റ്റിൽ നീലകണ്ഠൻ ഉപയോഗിച്ചിരിക്കുന്നത്. കം എന്നുള്ള വേർബ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് രൂപത്തിൽ ഉപയോഗിക്കണം. അതായത് വുഡ് യു മൈൻഡ് ഇഫ് ഐ കെയിം വിത്ത് യു എന്ന രൂപത്തിലാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നീലകണ്ഠൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡു യു മൈൻഡ് എന്നുള്ള എക്സ്പ്രഷൻ ആണെന്ന് സങ്കല്പിക്കുക. ഡു യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസ് വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നാം സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഡു യു മൈൻഡ് ഇഫ് ഐ കം വിത്ത് യു. വുഡ് യു മൈൻഡ് ഇഫ് ഐ ആയപ്പോൾ കെയിം എന്ന പാസ്റ്റ് ഉപയോഗിച്ചത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. എന്നാൽ ഡു യു മൈൻഡ് ഇഫ് ഐ കഴിഞ്ഞ് കം എന്നുള്ള സിമ്പിൾ പ്രസന്റ് ഫോം ഉപയോഗിച്ചതും പ്രത്യേകം ശ്രദ്ധിക്കുക. Now, another conversation between Alekin and Vanga. Alekin ചോദിക്കുന്നു, Why are you crying? Vanga, I want to go home. ഇത്രയും വാങ്ക പറഞ്ഞു കഴിഞ്ഞ് വാങ്ക ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഡു യു മൈൻഡ് ഇഫ് ഐ. ഡു യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസ് ആണ്. സ്വാഭാവികമായും ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. ഏത് വേർബ് ഉപയോഗിക്കണം എന്നുള്ളത് അല്യഖിന്റെ ആൻസർ ശ്രദ്ധിക്കുക. ആ പെർമിഷനോട് അല്യഖിൻ എതിർക്കുകയാണ്. അതിനാണ് പോസിറ്റീവ് ആൻസർ നൽകിയിരിക്കുന്നത്. യെസ്, ഐ ഡു മൈൻഡ് ഇറ്റ്. ഞാനത് കാര്യമാക്കും, ഞാൻ
ആ പെർമിഷൻ അനുവദിക്കില്ല എന്നർത്ഥത്തിൽ. എന്നിട്ട് പറയുന്നു, ഐ വോണ്ട് ലെറ്റ് യു റൈറ്റ് എ ലെറ്റർ ടു യുവർ ഗ്രാൻഡ് പാ. നിന്റെ ഗ്രാൻഡ് പക്ക് ഒരു ലെറ്റർ എഴുതാൻ ഞാൻ അനുവദിക്കില്ല. റൈറ്റ് എ ലെറ്റർ എന്നുള്ളതാണ് വാങ്കയുടെ ആവശ്യം. അപ്പോൾ ഡു യു മൈൻഡ് ഇഫ് ഐ റൈറ്റ് എ ലെറ്റർ ടു മൈ ഗ്രാൻഡ് പാ എന്ന് തന്നെയായിരിക്കണം. റൈറ്റ് എന്നുള്ളത് അതേ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഈ കോൺവെർസേഷനിൽ വാങ്ക മറ്റൊരു സ്ട്രക്ചറിലൂടെ ഒരു റിക്വസ്റ്റ് ആണ് അവതരിപ്പിച്ചത് എന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന് വാങ്ക, ഐ വാണ്ട് ടു ഗോ ഹോം, വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് അതല്ലെങ്കിൽ ഡു യു മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ്. സ്വാഭാവികമായും ഈ എക്സ്പ്രഷൻ കഴിഞ്ഞ് വേർബ് ing രൂപത്തിൽ ചേർക്കണം. എന്താണ് വേർബ് എന്നുള്ളത് അൽ യഖീന്റെ ആൻസർ പരിശോധിക്കുക. യെസ് ഐ മൈൻഡ് ഇറ്റ്. ആ റിക്വസ്റ്റിനോട് അൽ യഖീൻ എതിർക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഐ കാൺട്ട് ഗിവ് യു ലീവ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസത്തേക്കൊന്നും ലീവ് തരാൻ എന്നെ കൊണ്ടാകില്ല, ഞാൻ നിനക്ക് ലീവ് അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് അൽ യഖീൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും വാങ്കയുടെ റിക്വസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് ലീവ് അനുവദിക്കണം എന്നായിരിക്കാം. ഗിവ് എന്നുള്ളതാണ് വേർബ്, അതിനെ ing രൂപത്തിലേക്ക് അവതരിപ്പിക്കുക. സ്വാഭാവികമായും ആൻസർ വുഡ് യു മൈൻഡ് ഓർ ഡു യു മൈൻഡ് ഗിവിംഗ് മീ ലീവ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. ഗിവിംഗ് എന്ന രൂപത്തിലേക്ക് ing അഥവാ ജെറന്റ് ഫോമിലേക്ക് മാറ്റിയത് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നിന്നും എങ്ങനെയൊക്കെയാണ് വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് കഴിഞ്ഞ് ing വേർബുകൾ ഉപയോഗിക്കേണ്ടതെന്നും വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ക്ലോസ് വന്നാൽ എങ്ങനെയാണ് വേർബുകൾ ഉപയോഗിക്കേണ്ടതെന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. ഒരിക്കൽ കൂടെ ഓർത്തു വെക്കുക. വുഡ് യു മൈൻഡ് അതല്ലെങ്കിൽ ഡു യു മൈൻഡ് കഴിഞ്ഞാണെങ്കിൽ വേർബ് എങ്കിൽ ജെറന്റ് ഫോമിൽ ing ഫോമിൽ വേർബിനെ ചേർക്കുക. വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഒരു ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ, ഇഫ് ചേർന്ന് വരുന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഫോമിൽ വേർബുകൾ എഴുതുക. ഡു യു മൈൻഡ് കഴിഞ്ഞാണ് ഇഫ് ക്ലോസ് വരുന്നതെങ്കിൽ പ്രസന്റ് ടെൻസിൽ തന്നെ വേർബ് നിലനിർത്തുക. ഈ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം വരുന്ന ഇംഗ്ലീഷ് എക്സാമിൽ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.